ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഗാഡ്ജറ്റ് അൺബോക്സിംഗ് ആയിട്ടാട്ടോ. ഏത് സംഭവം എന്ന് വെച്ചാൽ ഒരു beatxp എന്ന് പറഞ്ഞൊരു സ്മാർട്ട് വാച്ചാണ്. അധികം ആരും കേട്ട് കാണില്ല ഇങ്ങനത്തെ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട്. എന്താണെങ്കിലും ഞാനും ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിലൊരു സ്പെഷ്യൽ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 1000 നിറ്റ്സ് ഉള്ളൊരു വാച്ച് യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ വാച്ച് യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് എൻ്റെ ഫീച്ചേഴ്സ് വായിച്ചപ്പോൾ തന്നെ. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നതാണ് നമ്മുടെ വാച്ച്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഭയങ്കര വലിയൊരു ടെക്കിയൊന്നുമല്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മെല്ലെ വാച്ച് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അൺബോക്സ് ചെയ്ത് കഴിയുമ്പം ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചൊരു വാച്ചാട്ടോ. അത്യാവശ്യം വാച്ചിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ ഞാൻ പഠിച്ചിരുന്നു. പിന്നെ ഗൈസ്, നമുക്കിതേ ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ പ്യുവർ വയർലെസ് ആയിട്ട് ചാർജ് കയറുന്നതാണ്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യും പോർട്ട് ഉണ്ടാവില്ല, ആ പോർട്ടൊന്നും ഇതിനകത്തില്ല, മാഗ്നറ്റായിട്ട് ചാർജ് കയറുന്ന സംഭവമാണ്. അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന്. നമുക്കിതിൻ്റെ പാക്കറ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. നല്ല ക്വാളിറ്റിയിലാട്ടോ പാക്കിങ് കാര്യങ്ങളെല്ലാം. ഒരു ലെറ്റർ പോലെ ഒരു ബോക്സിനകത്താണ് അവർ എന്തൊരു ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുന്ന രീതിയാണ് അവർ ആ ഒരു വെൽക്കം കാർഡും അതുപോലെ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻസൊക്കെ വരുന്നത്. ഇത് വാറണ്ടി കാർഡാട്ടോ. ഇത് കയറി നമുക്ക് അവരുടെ സൈറ്റിൽ കയറി വാറണ്ടി ഇതിന് രജിസ്ട്രേഷൻ ചെയ്യണം. beatxp എന്ന് പറഞ്ഞ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബാർസ് കോഡിംഗ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൈസ് ഇത് എന്തൊക്കെയോ സംഭവങ്ങൾ, അതൊന്നും എനിക്കറിയാൻ പാടില്ല, എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. പിന്നെ വി ആർ ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 500 രൂപ ക്യാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവർ 5000 രൂപ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഈ ബ്രാൻഡിൻ്റെ പർച്ചേസ് ചെയ്താൽ 500 രൂപീസിന് നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതെന്തായാലും നമ്മളെന്തായാലും പരീക്ഷിക്കുന്നില്ല. നമുക്കിത് കിട്ടിയത് തന്നെ എന്തോ ഒരു വലിയ സംഭവം എന്നായിട്ട് എനിക്ക് തോന്നുന്നത്. വാച്ച് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു, ഞാനതാ പറഞ്ഞേട്ടോ. പിന്നെ beatxpയുടെ എന്തൊക്കെയൊക്കെയോ ഒരു സ്റ്റിക്കേഴ്സ് ലൈക്ക് സംതിങ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിക്കാനോ സ്റ്റിക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനി വാച്ചിലേക്ക് പോകാം. വാച്ചിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗൈസ്, ഇതേ കാണുന്ന സംഭവങ്ങൾ കണ്ടോ, അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. വാച്ചിൻ്റെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇൻഹാൻഡ് ഫീലാണ്. പിന്നെ നമുക്ക് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് കർവ്ഡ് ഡിസ്പ്ലേ കേട്ടോ. കർവ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എൻ്റെ ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇമ്പ്രഷൻ അത് പൊളിച്ച് കളഞ്ഞു ഈ വാച്ച്. കാരണം ഒരു 50,000 ഓർ 60,000 റുപ്പീസ് എബോവ് റേറ്റ് വരുന്ന ഒരു ലക്ഷറി വാച്ച് കിട്ടിയ ഫീലായിരുന്നു. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് തോന്നുന്നു ബോഡി, ഓർ അലുമിനിയം സംതിങ് ലൈക്ക് ദാറ്റ്. പ്ലാസ്റ്റിക് അല്ല, എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, മാഗ്നറ്റിക് ചാർജിങ്. ആ കേബിൾ ഇവിടെ വെറുതെ ചുമ്മാ അവിടെ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റായി ഒട്ടിയിരിക്കും. എന്നിട്ട് നമ്മൾ ആ സാധനം അഡാപ്റ്ററിനകത്ത് കുത്തിക്കഴിഞ്ഞാൽ ചാർജ് കയറുന്നതായിരിക്കും. അതാണ് ഗൈസ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ചാർജിങ്ങിൻ്റെ. പിന്നെ ഗൈസ്, നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തോ ഒരു beatxp എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ ആണ്. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണമെന്ന് തോന്നുന്നു. യെസ്, ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ബാക്കിൽ ലൈറ്റ് കത്തുന്നത് കണ്ടോ ഗൈസ്? ഞാൻ ആദ്യം വിചാരിച്ചു എന്താണെന്നറിയോ, നമ്മുടെ സെൻസറാണ് കേട്ടോ. നമ്മുടെ ഹാൻഡിനകത്ത് പിടിക്കുന്ന സെൻസറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് പിടിച്ച് അത് കാര്യങ്ങളൊക്കെ നമ്മളെ ഹാൻഡിലൂടെ സെൻസ് ചെയ്യുന്ന എന്തൊക്കെയോ ലൈറ്റുകൾ സിസ്റ്റം ഒക്കെയാണ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഫുള്ളായി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്യാമറ സെൻസ് ചെയ്യും. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ട്. ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ച് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി പാനലാണ്. ഏത് പാനലാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് ഗൈസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചേഴ്സും ഉണ്ട്. അതും കൂടെ ഗൈസ്, ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്ന സാംസങ് അതുപോലെ ആപ്പിളിൻ്റെ വാച്ചിനൊക്കെയാണ്. അതായത് അത്രയും റേറ്റ് കൊടുത്ത് ലക്ഷറി വാച്ചിനകത്തൊക്കെയാണ് ഈ ഫീച്ചേഴ്സ് വരുന്നത്. ഇത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. സാധാരണ സ്മാർട്ട് വാച്ചിൽ നമ്മളിങ്ങനെ സ്വിച്ച് അമർത്തിയാലല്ലേ സമയം കാണുള്ളൂ. ഇത് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹാൻഡ് ഓൺ ചെയ്യണമെന്നില്ല, എപ്പോഴും വാച്ച് ഓൺ ആയിരിക്കും. ടൈം നമുക്ക് അലൈവായിട്ട് സ്പോട്ടിൽ തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും വാച്ചിലെ സമയം എത്രയാണ്. അതൊരു നല്ലൊരു ഉപകാരമുള്ളൊരു ഫീച്ചേഴ്സ് കേട്ടോ. പിന്നെ സ്മാർട്ട് ഫോൺ പോലെ തന്നെയാണ് ഗൈസ്. അതായത് മേലേന്ന് ഇങ്ങനെ നമ്മൾ കൺട്രോൾ സെൻറ്റർ വിളിക്കുമ്പം കുറച്ച് ഫീച്ചേഴ്സും അങ്ങനെയുള്ള കുറേ ഉണ്ട്. പിന്നെ സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടും സൈഡിലോട്ട് ആയി കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻ, സ്ലീപ്പ് മോഡ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഞാൻ ഇത്തിരി കൂട്ടിയിട്ടുണ്ട്, ബ്രൈറ്റ്നസ് ലെവൽ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗൈസ് ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് കാണിക്കുന്നില്ല. ക്യാമറ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്രൈറ്റ്നസ്സാണ്. ഞാനത് ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. നല്ല സൂര്യൻ്റെ വെളിച്ചത്തിനകത്ത് ഞാൻ ഈ വാച്ച് യൂസ് ചെയ്തപ്പം സാധാരണ നമ്മൾ വാച്ചിനകത്ത് യൂസ് ചെയ്യുമ്പം ഒന്നും കാണില്ല, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലല്ലേ ഡിസ്പ്ലേ തെളിയുള്ളൂ, നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത്. ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നല്ല വിഷ്വൽസ് ഉണ്ട്. ഞാനത് ലാസ്റ്റ് ഫോട്ടോസായിട്ട് ഞാൻ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴങ്ങനെ കുറേ നമ്മൾ വാച്ചിൽ സ്ക്രോൾ ചെയ്യുമല്ലോ, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. വാച്ച് ഫേസസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ സൈഡിലോട്ട് വലിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ മെല്ലെ മെല്ലെ പഠിച്ച് വരുന്നുള്ളൂ. എനിക്കിപ്പോൾ ജസ്റ്റ് കിട്ടിയിട്ട് 1 day ആയിട്ടുള്ളൂ ഈ വാച്ച് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഫോണിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും കോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് സൗണ്ട് ഔട്ട്പുട്ടും ഇൻപുട്ടും കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ വാച്ചിനകത്ത് സംസാരിക്കുമ്പം നല്ല രീതിയിൽ ഒരാൾക്ക് കേൾക്കാനും അവിടെ നിന്നുള്ള ആൾക്ക് റിസീവർക്ക് സൗണ്ട് കേൾക്കാനും നമുക്ക് അവർ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാനും നന്നായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു അടിപൊളി ഫീച്ചേഴ്സ് ആട്ടോ. പിന്നെ ഇതിലെ മെയിൻ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് സ്വിച്ച് അങ്ങനെ വേറെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ടെസ്റ്റിംഗ് അതുപോലത്തെ സെൻസേഴ്സിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. സാധാരണ വാച്ചിനകത്ത് നമ്മൾ വില കുറഞ്ഞ വാച്ചിനകത്തൊക്കെ മേടിക്കുമ്പം ചുമ്മാ ഷോ ഓഫ് ആയിരിക്കും. കാരണം ബ്ലഡ് പ്രഷർ അതുപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അതൊക്കെ വെറുതെ ചുമ്മാ ഷോ ഓഫിനായിരിക്കും. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് കേട്ടോ. എൻ്റെ ഹാൻഡ് അവിടെ വെച്ചിട്ടില്ല, അപ്പോഴേക്കും കണ്ടോ ഹാൻഡ് വെച്ചിട്ടില്ല, അത് സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അലാറം അവിടെ ഒരു വാർണിംഗ് കണ്ടോ വിസ്റ്റ് പോലെ ഒരു ലോഗോയിൽ വന്നിട്ടുണ്ട്. അതെന്തായാലും ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഹാൻഡ് അവിടെ വെക്കുമ്പം അങ്ങനെ ഒരു വാർണിംഗ് കാണിക്കുന്നില്ല. കണ്ടോ എൻ്റെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് അവർ ചെക്ക് ചെയ്ത് വാച്ച് സെൻസിങ് യൂസ് അത് ബാക്കിൽ ആ സെൻസർ ലൈറ്റാണ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആക്യുറേറ്റും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ ബ്ലഡ് പ്രഷർ എവറിത്തിങ് വർക്കിംഗ് ഫൈനാണ്. നമുക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് അലാറം വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഗെയിം എടുത്ത് കഴിയുമ്പം എനിക്കിത് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻസ് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് ചെയ്യുന്നത്, ബാക്കിലേക്ക് പോകുന്നത് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായില്ല, ഇത് ഗെയിം ഓവർ ആയാലും ഇതിനകത്ത് ബാക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മനഃപൂർവ്വം ഗെയിം ഓവർ ആക്കാൻ പോകണം കേട്ടോ. ഗെയിം ഓവർ ആക്കി അപ്പോൾ നമുക്ക് ബാക്കിലേക്കുള്ള ബട്ടൺ കിട്ടും, അങ്ങനെയുള്ള ഓപ്ഷൻ. ഇതിൽ ഫുൾ സ്വൈപ്പ് ബാക്ക് ഡിസ്പ്ലേ തന്നെയാണ് നാവിഗേഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ സ്ക്രോളിംഗ് ബട്ടൺ മാത്രമാണ് കുറച്ച് ഫീച്ചേഴ്സ്, അതായത് സ്ക്രോൾ ചെയ്യാനും ബാക്ക് അതായത് ഹോമിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻസ് മാത്രം ഒറ്റ ബട്ടണുള്ളൂ. പിന്നെ കാൽക്കുലേറ്റർ അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ സെറ്റിങ്സ് നമുക്ക് പോവുകയാണെങ്കിൽ വാച്ച് ഫേസസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 മോഡുണ്ട് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഒന്ന് നമുക്ക് തീമൊന്നുമില്ലാതെ നോർമൽ ചുമ്മാ ഒരു സൗണ്ടല്ല ഒരു ഡിസ്പ്ലേ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുണ്ടോ, ഇങ്ങനെ അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ജസ്റ്റ് ഇങ്ങനെ മാത്രം കാണാം. അതെല്ലാം നമുക്ക് കുറച്ചും കൂടെ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വീണ്ടും സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരുന്നു മേലെ സെറ്റിങ്സ് ജസ്റ്റ് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് യെസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സ് മാറ്റിയെടുക്കാം. അങ്ങനെ മാറ്റിയിട്ട് വേറൊരു തീം വെക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇങ്ങനെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. എനിക്കിതാണ് കേട്ടോ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇതാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തതിൽ ഞാൻ മെല്ലെ പഠിച്ച് വരുന്നതുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, പിന്നെ അലാറം മോഡ്. നല്ല സൗണ്ട് ഉണ്ട് ഇതിനകത്ത്. എനിക്കത് ഞാൻ എൻ്റെ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കും. ഇത് വെതർ വരെ ഇതിനകത്ത് കാണിക്കും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ടെമ്പറേച്ചർ അതുപോലെ എത്രയാണ് ക്ലൗഡി അതെല്ലാം ഫോണിനകത്ത് കാണിക്കുന്ന എല്ലാ സംഭവം ഇതിനകത്ത് കാണിക്കും. എനിക്കത് ശരിക്കും ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഒരു സ്മാർട്ട് വാച്ചിൽ ഇത്രയും ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എവറിത്തിങ് മാറ്റേഴ്സിനകത്ത് പറ്റും. പിന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജൊക്കെ നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. കോള് വരുന്നത് നമുക്ക് കോള് സംസാരിക്കാം. അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ അതിലെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഐഫോണിനകത്ത് കണക്ട് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ആപ്പിൾ വാച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. ഐഫോണിനകത്ത് നമുക്ക് ഇതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. പിന്നെ ഇതിൽ NFC സപ്പോർട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു. പക്ഷേ ഇത് ഐഫോണിനകത്ത് NFC സപ്പോർട്ട് ഇതിലും ആവില്ലെന്നാണ് തോന്നുന്നത്. ആൻഡ്രോയിഡ് ആണെങ്കിൽ NFC കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്യുമല്ലോ,
GPay അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. പിന്നെ ഗൈസ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പിന് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ജസ്റ്റ് 1 day ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ 100% ചാർജ് ചെയ്ത് 87% ഇപ്പം റിമൈനിങ് ഉണ്ട്. ഇറ്റ്സ് എ ഗുഡ് സൈൻ. കാരണം ഞാൻ വാച്ച് ഒരു പ്രാവശ്യം പുറത്തോട്ട് പോകുമ്പോൾ കെട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഞാൻ ഒരു ഡേ യൂസ് ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ സാമ്പിൾ കാണിച്ചു തരാം. ഔട്ട്ഡോർ ഇതാണ് ഗൈസ്. ഔട്ട്ഡോറിൽ വെച്ച് നട്ടപ്പൊരി വെയിലത്തെടുത്ത ഫോട്ടോ ആണ്. ഇത്രയും പീക്ക് ലെവൽ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടണമെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി സ്മാർട്ട് വാച്ച്. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.